എൻ്റെ നിഷ്കളങ്കനായ കുഞ്ഞിനെ മരിച്ചിട്ടും നിങ്ങൾ എന്തിനാണ് മഴയത്ത് നിർത്തിയിരിക്കുന്നത്? ഞാൻ വാതിലടയ്ക്കുന്നേയില്ല എന്ന് വർഷങ്ങൾക്ക് മുമ്പ് നെഞ്ചു പൊട്ടി നമ്മോട് വിട പറഞ്ഞ ഈശ്വരവാര്യരുടെ മകൻ രാജൻ അടിയന്തരാവസ്ഥക്കാലത്ത് ഭരണകൂടത്താലും പോലീസിനാലും ഭീകരമായി കൊല ചെയ്യപ്പെട്ടിട്ട് അരനൂറ്റാണ്ട് തികയുന്ന വേളയിൽ എൻ്റെ കൈകളിലിരിക്കുന്നത് ആ കാലങ്ങളുടെ തീപ്പൊള്ളലുള്ള ഒരു നോവലാണ്. പ്രമുഖ കഥാകാരിയും നോവലിസ്റ്റുമായ ഷീബ ഇ.കെ. എഴുതിയ മഞ്ഞ നദികളുടെ സൂര്യൻ. ഓരോ വർഷവും ഫെബ്രുവരിയും മാർച്ചും രാജൻ്റെ ചോരയുടെ ചൂട് കേരളത്തിലെ മനസാക്ഷിയും മാനവിക ബോധവുമുള്ളവരുടെ ഉള്ളു പൊള്ളിക്കും. ഷീബയെ പോലെ ഒരു എഴുത്തുകാരിയുടെ ധീരമായ പെൺമനസ്സിനും അതിൻ്റെ പൊള്ളലിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അടിയന്തരാവസ്ഥക്കാലവും നക്സൽ വേട്ടയും രാജൻ്റെ തിരോധാനവും കക്കയം ക്യാമ്പുമെല്ലാം ഒരു പ്രതലമായിട്ട് വരുന്ന മഞ്ഞ നദികളുടെ സൂര്യൻ എന്ന നോവൽ നമ്മുടെ സാമൂഹിക രാഷ്ട്രീയ ജീവിതങ്ങളിലെ ഭരണകൂട ഭീകരതയുടെ നിണച്ചാലുള്ള അക്ഷരങ്ങളായി ഇപ്പോഴും നനഞ്ഞു നിൽക്കുന്നത്. മഞ്ഞ നദികളുടെ സൂര്യൻ എന്ന നോവലും അതിൻ്റെ രചയിതാവായ ഷീബ ഇ.കെയുമാണ് ഇന്ന് നമ്മോടൊപ്പം തത്സമയം ഉള്ളത്. സ്വാഗതം ഷീബ. മഞ്ഞനദികളുടെ സൂര്യൻ എന്ന ഈ നോവൽ ഞാൻ നേരത്തെ വായിച്ചിട്ടുണ്ട് എങ്കിലും രാജൻ കേസിന് ആ ചോരച്ചാലുകളുടെ തീരാത്ത പ്രവാഹത്തിന് അരനൂറ്റാണ്ടിൻ്റെ ചരിത്രദൂരം തികയുന്ന നിമിഷങ്ങളാണ് ഇത് എന്ന തിരിച്ചറിവ് കൊണ്ടാണ് വീണ്ടും ഈ പുസ്തകത്തിലേക്ക് വരാനും ഇതേക്കുറിച്ച് രചയിതാവിനോട് തത്സമയം സംസാരിക്കാനും എനിക്ക് പ്രേരണയാകുന്നത്. മഞ്ഞനദികളുടെ സൂര്യൻ എന്ന ഈ നോവലിലേക്ക് എങ്ങനെയാണ് ഷീബ എത്തിപ്പെട്ടത് എന്ന് പറയാമോ? 2017 ആണ് ഈ പുസ്തകം ഞാൻ എഴുതുന്നത്, പ്രസിദ്ധീകരിക്കുന്നത്. ഞാൻ ജീവിക്കുന്നത് പെരിന്തൽമണ്ണയാണ്. എൻ്റെ നാട് പെരിന്തൽമണ്ണയാണ്. അപ്പം ഈ പെരിന്തൽമണ്ണയും പരിസര പ്രദേശങ്ങളിലും നക്സൽ അനുഭവമുള്ള ധാരാളം ആളുകൾ ഉണ്ടായിരുന്നതായിട്ട് കുട്ടിക്കാലം മുതൽ കേട്ടിട്ടുണ്ട്. അടിയന്തരാവസ്ഥയും അതിനെ തുടർന്നുള്ള സംഭവങ്ങളൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് മുതിർന്നവർ സംസാരിക്കുന്നത് എപ്പോഴും കേട്ടു നിൽക്കുമായിരുന്നു. അങ്ങനെയാണ് എനിക്ക് ചുറ്റുമുള്ള ഈ നാട് അത്ര ഗൗരവമുള്ള കുറച്ച് കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ബോധ്യം ഉണ്ടാവുന്നത്. കക്കയം ക്യാമ്പിലേക്കുള്ള യാത്ര മധ്യേ ജീപ്പ് കത്തിമരിച്ച അങ്ങാടിപ്പുറം ബാലകൃഷ്ണനൊക്കെ ഞങ്ങളുടെ അടുത്ത നാട്ടുകാരനായിരുന്നു. അത് പക്ഷെ ഞാൻ അറിയുന്നത് ഒരുപാട് മുതിർന്ന് ജോലിയൊക്കെ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ്. ആ കാലത്ത് പിന്നെ ഇവിടെ ഈ ജനകീയ സാംസ്കാരിക വേദിയും നക്സൽ പ്രസ്ഥാനങ്ങളൊക്കെ സജീവമായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച കുറച്ചുപേരെ പരിചയപ്പെടാൻ കഴിയുന്നത്. അത് യാദൃശ്ചികമായിട്ട് അവര് എന്റെ മുന്നിലൂടെ വന്നു എന്ന് മാത്രം. ഞാൻ തെരഞ്ഞു പോയതൊന്നുമല്ല. അങ്ങനെ അവരെ പരിചയപ്പെട്ടപ്പോഴാണ്, അവരുടെ ജീവിതങ്ങളൊക്കെ നിരീക്ഷിച്ചപ്പോഴാണ് അവരെല്ലാം തന്നെ മനസ്സിൽ വലിയ വേദനകൾ കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ്. നിലവിൽ അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ കൂടി അവർ ഒട്ടും സ്വാസ്ഥ്യം അനുഭവിക്കുന്നില്ല. അവരുടെ പാസ്റ്റ് അവരെപ്പോഴും വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് നമ്മള് പുതിയ തലമുറയ്ക്ക് പലപ്പോഴും സിനിമകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കളിയാക്കിയിട്ട് വസന്തത്തിന്റെ ഇടിമുഴക്കം കാത്തു നിന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അവര് ശരിക്കും ആ വസന്തം വരും എന്ന് വിചാരിച്ചിട്ട് അവരുടെ യൗവനവും നല്ല കാലമൊക്കെ അതിനുവേണ്ടി കളഞ്ഞ ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ജീവിതങ്ങളിൽ ഇങ്ങനെ കാണുമ്പോൾ അത് അടയാളപ്പെടുത്തി വെക്കേണ്ടതുണ്ട് എന്നൊരു തോന്നലുണ്ടായി. അങ്ങനെയാണ് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കാനൊക്കെ തുടങ്ങിയത്. അങ്ങനെ ഒരു സുഹൃത്ത് വഴിയാണ് പ്രഭാകരൻ മാഷിനെ പരിചയപ്പെടുന്നത്. അങ്ങാടിപ്പുറം ബാലകൃഷ്ണൻ ജീപ്പിൽ കത്തി മരിക്കുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ആളാണ് പ്രഭാകരൻ മാഷ്. മാഷയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് ക്യാമ്പിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു. അന്ന് മാഷ് ഒഴികെ ജീപ്പിലുണ്ടായിരുന്ന എല്ലാവരും മരിച്ചു. മാഷ് ഗുരുതരമായിട്ട് പൊള്ളലേറ്റ് കുറെ ദിവസങ്ങൾ ആശുപത്രി കിടന്ന് രക്ഷപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല. പിന്നീട് മാഷ് പോകുന്നത് ക്യാമ്പിലാണ്. അവിടെ ഒരുപാട് ദുരനുഭവങ്ങൾ, ഒരുപാട് പീഡനങ്ങൾ മാഷ് അനുഭവിച്ചിട്ടുണ്ട്. മാഷുടെ മരിക്കണവരെ മാഷക്ക് ഉണ്ടായിരുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളുടെ ഒക്കെ കാരണം ഈ ഒരു പോലീസ് പീഡനം തന്നെയായിരുന്നു. മാഷ് കാഴ്ച പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടിരുന്നു ഞാൻ കണ്ടുമുട്ടുന്ന സമയത്ത്. അങ്ങനെ മാഷ് കണ്ടുമുട്ടിയതിനു ശേഷം മാഷ് അന്ന് ആ കാലത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മുൻപരിചയം ഉണ്ടായിരുന്നില്ല മാഷെ. പക്ഷെ മാഷ് അന്ന് പരിചയപ്പെട്ട സമയത്ത് എന്നോട് പറഞ്ഞു, മാഷ് അനുഭവിച്ച പീഡനങ്ങളൊക്കെ ഒരു ഇന്റർവ്യൂ ആയിട്ട് എഴുതാൻ വേണ്ടി പല ജേർണലിസ്റ്റുകളും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ മാഷ് അതിലൊന്നും താല്പര്യം കാണിച്ചില്ല. പക്ഷെ എന്തുകൊണ്ടോ ഒരു മുൻപരിചയമില്ലാത്ത, എന്റെ എഴുത്ത് എങ്ങനെയെന്ന് പോലും അറിയാത്ത മാഷ് ഞാൻ ഇങ്ങനൊരു ആവശ്യം പറഞ്ഞപ്പോൾ മാഷ് എന്തുകൊണ്ടോ എനിക്കറിയില്ല സമ്മതിച്ചു, എന്നോട് സംസാരിച്ചു. ഞങ്ങള് നേരിലും അല്ലാതെ ഫോണിലുമായിട്ട് കുറെ ദിവസങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പിന്നാലെയാണ് ഈ പുസ്തകം ഞാൻ എഴുതുന്നത്. ഈ പുസ്തകം ഇറങ്ങി ഓഗസ്റ്റ് 2017 പുസ്തകം ഇറങ്ങിയത്.
2018 ഓഗസ്റ്റിന് മാഷ് മരിക്കുകയും ചെയ്തു. എനിക്ക് ഉള്ളൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഈ പുസ്തകം മാഷ് വായിച്ചു കേൾക്കുകയായിരുന്നു. മാഷുടെ വൈഫാണ് വായിച്ചു കൊടുത്തിരുന്നത്. അപ്പൊ മാഷ് ഈ പുസ്തകം എപ്പോഴും കയ്യിൽ കൊണ്ടു നടക്കുമായിരുന്നു എന്ന് പറഞ്ഞു. മാഷ്ക്ക് അത് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോ ഈ എഴുത്തിൽ എനിക്ക് ഈ പുസ്തകത്തിന് എനിക്ക് 2-3 അവാർഡ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് എന്നെ സന്തോഷിപ്പിക്കുന്നത് ഈ പുസ്തകം അതിന്റെ ദൗത്യം പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം അത് മാഷിനെ അടയാളപ്പെടുത്തുക എന്നുള്ളതായിരുന്നു എന്റെ ലക്ഷ്യം. മാഷ്ക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. മാഷ് അത് ഒരുപാട് സ്നേഹത്തോടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അതാണ് ഈ പുസ്തകത്തിന്റെ നിയോഗം എന്ന് ഞാൻ കരുതുന്നു. ബഷീർ പുരസ്കാരം അടക്കമുള്ളവ ഈ പുസ്തകത്തെ തേടി വന്നിട്ടുണ്ട്. നേരത്തെ ഷീബ ഇ.കെ പെരിന്തൽമണ്ണയിൽ ഒരു കുട്ടിയായിരുന്ന സമയത്ത്, കൗമാരകാലത്തിൻ്റെ അന്ത്യസമയത്ത് തന്നെ ഒക്കെ ഇത്തരത്തിൽ നക്സലൈറ്റുകളുടെ ജീവിതത്തെക്കുറിച്ച്, ഗ്രാമങ്ങൾ നഗരങ്ങളെ വളയാൻ പോകുന്നതിനെക്കുറിച്ചും അങ്ങനെ ഭരണകൂടങ്ങൾ തകരാൻ പോകുന്നതിനെക്കുറിച്ചും ഒരു വിപ്ലവത്തിൻ്റെ പുതുസൂര്യൻ ഉയരാൻ പോകുന്നതിനെക്കുറിച്ചുമുള്ള പ്രതീക്ഷകളുടെ ഭാഗമായിട്ട് സംഘടിച്ച മനുഷ്യരുടെ ജീവിതത്തെയും പോരാട്ടങ്ങളെയും കുറിച്ചുള്ള കഥകളല്ല യാഥാർത്ഥ്യങ്ങൾ. അത് പലയിടങ്ങളിൽ നിന്ന് ഷീബ ഇ.കെയുടെ കൗമാരത്തിൻ്റെ അവസാന നാളുകളിലൊക്കെ പല സ്ഥലങ്ങളിൽ വെച്ച്, ചായക്കടകളിൽ വെച്ചോ നാട്ടുവഴികളിൽ വെച്ചോ വീട്ടുമുറ്റത്തെ പത്രം വായനാ വേളയിലോ ഒക്കെ കേട്ടതിൻ്റെ അനുഭവങ്ങൾ, അത് കേൾക്കുമ്പോൾ തന്നെയും എനിക്ക് തോന്നുന്നത് ഷീബ ഇ.കെയുടെ പ്രായം, ആ പ്രായം ഒരുപക്ഷെ യൗവനത്തിലേക്ക് കടക്കുന്ന ആ സമയത്ത് പോലും അന്നത്തെ കാലത്ത് കൗമാരം കഴിഞ്ഞു നിൽക്കുന്നവരെ പോലും ആ വസന്തത്തിൻ്റെ സ്വപ്നം അവസാനിച്ചിട്ടില്ല, ഇനിയും സാധ്യതയുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ളൊരു കാലത്തായിരുന്നില്ലേ ഷീബ ഇ.കെ ജീവിച്ചിരുന്നത്? ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ അടിയന്തരാവസ്ഥയുടെ മൂർധന്യത്തിൽ ജനിച്ച ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എന്റെ ബാല്യം മുഴുവനും ഈ അടിയന്തരാവസ്ഥ, അതുപോലെ ഈ ജന്മികളെ തലവെട്ടി പ്രദർശിപ്പിച്ചു, അതുപോലെ വയനാട്ടില് ഒരു ലാൻഡ് ലോഡിനെ ജനകീയ വിചാരണ നടത്തിയിട്ട് കൊലപാതകം ചെയ്തു. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ആ കാലത്തൊക്കെ ഞാൻ കേട്ടിരുന്നു. എന്റെ കുട്ടിക്കാലത്ത് 3-4 വയസ്സുള്ള സമയം മുതൽ ഞാൻ ഇത് കേൾക്കുന്നുണ്ട്. അന്ന് മുതിർന്ന ആൾക്കാർ സംസാരിക്കുമ്പോൾ നമ്മളെ അങ്ങോട്ട് അടുപ്പിക്കില്ല, പക്ഷെ ഞാന് അതിലൊക്കെ ചുറ്റിപ്പറ്റി നടക്കും. അങ്ങനെ കേട്ടറിഞ്ഞ കഥകളാണ് കുറെ എണ്ണം. അന്ന് വേറെ സോഴ്സ് ഒന്നുമില്ല നമുക്കിത് അറിയാന്. മുതിർന്ന ആൾക്കാർ സംസാരിക്കുമ്പോൾ, അവർ അടക്കി പിടിച്ച് സംസാരിക്കുമ്പോൾ എന്തോ ഗൗരവമുള്ള കാര്യമാണെന്ന് കരുതി ഞാനിങ്ങനെ നടക്കും. അങ്ങനെ വീണ് കിട്ടിയ കുറെ കാര്യങ്ങളുണ്ട്. അതെല്ലാം ഈ നോവലിന്റെ ജനക്ക് പിന്നെ എനിക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അതായത് നേരത്തെ സൂചിപ്പിച്ച പ്രഭാകരൻ മാസ്റ്റർ അദ്ദേഹത്തെ കാണുന്നതിന് മുമ്പേ തന്നെ ഈ ഒരു നോവലിലേക്ക് എത്തിപ്പെടേണ്ടതുണ്ട് എന്ന് സ്വയം അറിയാതെ തന്നെ ഷീബ ഇ.കെയുടെ ഉള്ളിൽ, എഴുത്തുകാരിയുടെ ഉള്ളിൽ വലിയ രീതിയിലുള്ള സമ്മർദ്ദം അകത്തുണ്ടായിട്ടുണ്ട് എന്നതാണ് അതിൻ്റെ വാസ്തവം എന്ന് പറയുന്നത്. ഈ ഒരു പുസ്തകം ഇറങ്ങിയതിന് ശേഷം പിന്നീട് ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട ഒരു തലമായിട്ടാണ് നക്സലൈറ്റ് പ്രസ്ഥാനവും അതിൻ്റെ പ്രവർത്തനങ്ങളും അതിനുവേണ്ടി പോരാടാൻ ഇറങ്ങിയവരും അവരുടെ ജീവിതവും അവരുടെ ഭരണകൂടം തച്ച് തകർത്തതും അവരുടെ പിൽക്കാല ജീവിതവും ഒക്കെ വരുന്നത്. അത് ഒരു പ്രതലമായിട്ട് നിൽക്കെ തന്നെ അനുബന്ധമായിട്ട് നിരുപമ എന്ന് പറയുന്ന ഈ നോവലിനകത്ത് നോവൽ എഴുതാൻ സാധിക്കുന്ന നോവലിസ്റ്റായിട്ടുള്ള കഥാപാത്രം, ആദി എന്ന് പറയുന്ന ചിത്രകാരൻ, ആ ചിത്രകാരൻ്റെ മരണം, അതിനുശേഷം രഞ്ജൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം വരുന്നു, സഹകരണ പ്രസ്ഥാനങ്ങളുടെ പശ്ചാത്തലത്തിലുള്ള വ്യക്തി. അദ്ദേഹത്തിന് നിരുപമ എന്ന് പറയുന്ന നോവലിസ്റ്റിൻ്റെ അകത്തുള്ള ഒരു പക്ഷേ വിപ്ലവാത്മകമായ ഒരു മനസ്സിനോട് ചേർന്ന് പോകാൻ കഴിയുന്ന താതാത്മ്യം ഉണ്ട് എന്നറിഞ്ഞിട്ട് അവർ ഒരുമിച്ച് ജീവിതത്തിൻ്റെ പ്രതലങ്ങളിലൂടെ പോകുന്നതായിട്ടാണ് ഈ നോവൽ ഒരു ഭാഗത്ത് വരുന്നത്. അതിനിടയിൽ തന്നെ വരുന്ന നോവലിസ്റ്റിൻ്റെ അഗാധമായിട്ടുള്ള അന്തസംഘർഷങ്ങൾ ഒരു ഭാഗത്തുണ്ട്. അപ്പോൾ ഈ നോവൽ ഇതുവരെയും വായിക്കാത്തവരെ സംബന്ധിച്ചിട്ട് ഇത് നക്സലൈറ്റ് പ്രസ്ഥാനത്തിൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ള ആവിഷ്കാരം എന്നോ ഡോക്യുമെൻറ്റേഷൻ എന്നോ വിചാരിക്കേണ്ടതില്ല. അത്രമേൽ സർഗാത്മകമായിട്ട് അതിനെ ഒരു വശത്തുകൂടെ സമീപിച്ചുകൊണ്ട് മറ്റൊരു തലത്തിൽ സ്വാഭാവികമായിട്ട് ആ ഒരു കാലഘട്ടത്തെ ആവിഷ്കരിക്കാനും ഒക്കെ ശ്രമിക്കുന്ന സർഗാത്മകതയുള്ള മനുഷ്യരുടെ അകത്തുള്ള അന്തസംഘർഷങ്ങൾ അതിൻ്റെ പ്രതലമായിട്ട് വരുന്നുണ്ട്. ഷീബ ഇ.കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പറയുന്ന നമ്മുടെ നക്സലൈറ്റ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ തീവ്രവേദനയുള്ള രാജൻ്റെ ഭരണകൂട ഭീകരതയ്ക്കിരയായിട്ടുള്ള മരണത്തിന് അരനൂറ്റാണ്ട് തികയുന്ന പശ്ചാത്തലത്തിൽ ഈ നോവലിൽ സൂചിപ്പിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട രാജൻ കൊല്ലപ്പെടാനിടയായ ആ ക്യാമ്പ് നടന്ന കക്കയത്തേക്ക് വീണ്ടും ഒരു യാത്ര പോയതിനെക്കുറിച്ച് ഒക്കെ എഴുതിയത് ഞാൻ വായിക്കുകയുണ്ടായി.
അന്നത്തെ ഈ നോവലിനകത്ത് തന്നെ കക്കയത്ത് രാജൻ പീഡിപ്പിക്കപ്പെട്ട ആ പോലീസ് ക്യാമ്പിനെ കുറിച്ചും അന്നത്തെ ഭീകരാവസ്ഥയെക്കുറിച്ചുമൊക്കെ വിശദമായിട്ട് നോവൽ പറഞ്ഞു പോകുന്ന ഭാഗമുണ്ട്. എനിക്ക് തോന്നുന്നു ആ ഭാഗം നോവലിസ്റ്റ് എന്നുള്ള നിലയ്ക്ക്, ഒരു ചാപ്റ്റർ റീഡിംഗ് എന്നുള്ള നിലയ്ക്ക് ആ ഭാഗം ഒന്ന് വായിക്കാൻ കഴിയുമോ? തീർച്ചയായും. കുറെ അകലെയുള്ള ഒരു ഒഴിഞ്ഞ വീടായിരുന്നു അന്ന് ക്രൈംബ്രാഞ്ച് ഓഫീസ്. അടിയന്തരാവസ്ഥക്കാലമാണ്. വാറണ്ടും ഉത്തരവും ഒന്നും വേണ്ട ആരെയും അറസ്റ്റ് ചെയ്യാനും കസ്റ്റഡിയിൽ വെക്കാനും. പോലീസിന്റെ കിരാതവാഴ്ചക്കാലം. അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ഒത്താശ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ഭരണകൂടം. അവരൊരുപാട് ചോദ്യം ചെയ്തു. കായണ്ണ ആക്രമണത്തെക്കുറിച്ചായിരുന്നു എല്ലാം. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി രാജനെ കുറിച്ചുള്ള ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. ദേഹോപദ്രവം ഒന്നും ഉണ്ടായില്ല എന്ന് മാത്രം. കത്തി നിൽക്കുന്ന വേനൽക്കാലത്തിന്റെ മൂർധന്യമായിരുന്നു അത്. സൂര്യൻ ഉദിക്കുമ്പോഴേ ചൂട് തുടങ്ങും. കെട്ടിടത്തിന് ചുറ്റും നിറയെ തേക്കുമരങ്ങൾ ഉണ്ടായിരുന്നു. നഗ്നമായ തേക്കിൻ ചില്ലകൾക്കിടയിലൂടെ കത്തുന്ന സൂര്യരശ്മികൾ മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങി. രാവിലെ എഴുന്നേറ്റ് ശൂന്യമായ മനസ്സോടെ മുറിയിലിരിക്കുകയായിരുന്നു. എന്താണ് പോലീസിന്റെ അടുത്ത പരിപാടി എന്നറിയില്ല. വല്ലാത്തൊരു അനിശ്ചിതത്വം. എങ്കിലും ഭയം തോന്നിയില്ല. തെറ്റു ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടായിരുന്നു അത്. ഒരു പോലീസുകാരൻ ചായയുമായി വന്നു. അയാളുടെ മുഖത്ത് അനുകമ്പയുണ്ടായിരുന്നു. പക്ഷെ ആർക്കും ഒന്നും ചെയ്യാനാവില്ല. തിരുവായ്ക്ക് എതിർവായി പാടില്ല. അതാണ് കാലം. നല്ല ചൂടുള്ള ചായയും ആവി പറക്കുന്ന പുട്ടും. നല്ല വിശപ്പും ക്ഷീണവും ഉണ്ടായിരുന്നു. കഴിച്ചിട്ട് നമുക്കൊരിടം വരെ പോകണം. ചായ ആർത്തിയോടെ കഴിച്ചു. പോലീസ് ജീപ്പിന് അടുത്തേക്ക് നടന്നപ്പോഴാണ് ദുർഗാപ്രസാദിനെ കണ്ടത്. അമ്പരന്ന് പോയി. ഇയാളെപ്പോൾ ഇവിടെ എത്തി? ഇപ്പോൾ ഒന്നും സംസാരിക്കാൻ പാടില്ലെന്ന് അയാൾ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു. കൈകൾ പരസ്പരം ബന്ധിച്ച് ജീപ്പിന്റെ പിൻസീറ്റിൽ കയറി. ഡ്രൈവറും ഡിവൈഎസ്പിയും മുൻപിൽ, ഞങ്ങളുടെ കൂടെ സിഐയും ഒരു കോൺസ്റ്റബിളും പിറകിൽ. പക്കയം ക്യാമ്പിലേക്കാണ് യാത്ര എന്ന ഇടയിൽ ആരോ പറയുന്നത് കേട്ടു. ഹൃദയം തണുത്തുറഞ്ഞു പോയി. ഓരോ ദിവസവും ക്യാമ്പിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ ഏതു ധൈര്യശാലിയെയും ഞെട്ടിക്കുന്നതാണ്. അറിയാത്ത കഥകൾ എത്ര. ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിന്റെ അവസ്ഥയായിരുന്നു അന്ന് കക്കയം ക്യാമ്പിലുമെന്ന് പറഞ്ഞു കേട്ടിരുന്നു. ദുർഗാപ്രസാദിന് ഒരു കുലുക്കവുമില്ല. അയാൾ പോലീസുകാരോട് കൊച്ചു വർത്തമാനങ്ങൾ പറയുന്നത് കേട്ടപ്പോൾ അത്ഭുതം തോന്നി. അതെ, ഇത് ഷീബായിക്ക് ഈ നോവലിലെ ഈ കാതലായിട്ടുള്ള ഈ ഭാഗം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ പശ്ചാത്തലമായിട്ട് ഒരു വശത്ത് നമ്മൾ കാണിച്ചുകൊണ്ടിരുന്നത് കക്കയം ക്യാമ്പ് നിലനിന്ന ആ പ്രദേശത്തിൻ്റെ ഇപ്പോഴത്തെ കാഴ്ചകളാണ്. അത്രമേൽ ഹരിതാഭമായിട്ട് ഈ വിഷയവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തവർ നോക്കിയാൽ ആഹ്, എന്തൊരു മനോഹരമായ സുന്ദരമായ കേരളത്തിൻ്റെ ഭൂപ്രദേശം, നമ്മൾക്ക് അവിടേക്കൊരു യാത്ര പോകണം, അവിടുത്തെ പ്രകൃതിയുടെ സൗന്ദര്യം നുകരണം, ആസ്വദിച്ച് മനസ്സാകെ ശാന്തമാക്കിയിട്ട് തിരിച്ചു പോരണം എന്നൊക്കെ വിചാരിക്കാവുന്ന കാൽപ്പനികതയുടെ ഒരു ദൃശ്യമായിട്ട് തോന്നും. പക്ഷേ നമ്മുടെ കേരളത്തിൻ്റെ ഇത്തരത്തിലുള്ള അതിസുന്ദരമായ ഭൂപ്രകൃതിയുടെ അകത്ത് രാജനെ പോലെയുള്ളവരുടെ ചോരയുടെ ഗന്ധം ഇപ്പോഴും ആറാതെ നിൽക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് മനസ്സിലാക്കേണ്ടി വരുന്നത്. ഈ സമീപ ദിവസങ്ങളിൽ അവിടേക്ക് നോവലിസ്റ്റ് കൂടിയായ താങ്കൾ യാത്ര പോയിരുന്നല്ലോ. ആ യാത്രാനുഭവം എന്തായിരുന്നു? ഈ യാത്ര കുറച്ചു മുമ്പ് പോയതാണ്. പക്ഷെ ഞാൻ ഈ 50 വർഷം തികയുന്ന സമയം ആയപ്പോൾ എന്റെ ഗാലറിയിൽ നിന്ന് ഈ ഫോട്ടോസ് കണ്ടപ്പോൾ ഒന്നുകൂടി പോസ്റ്റ് ചെയ്തതായിരുന്നു. കക്കയം ക്യാമ്പ് പറഞ്ഞ പോലെ നമ്മള് പുറത്തുനിന്ന് കാണുമ്പോൾ വളരെയധികം മനോഹരമായ സ്ഥലമാണ്. നമുക്ക് ഒരിക്കലും ഊഹിക്കാൻ പോലും കഴിയില്ല ഇത്രയും ഭീകരമായ കാര്യങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത്. ഒരു രാവിലെ പോയി വൈകുന്നേരം വരെ അവിടെ നിന്നു. അപ്പോഴാണ് ഈ ഫോറസ്റ്റ് ക്യാമ്പ് പഴയ പോലീസ് സ്റ്റേഷൻ ആയിരുന്നു എന്നറിഞ്ഞത്. ഞാൻ അവിടെ ഒരുപാട് സമയം നിന്നു. കാരണം ഇതിന്റെ അകത്താണ് ഇടപെട്ട് ഞാൻ സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു എഴുത്തുകാരി എന്നുള്ള നിലയ്ക്ക് ഒരു തരത്തിലുള്ള ഒരു പ്രകാശവും ചിരിയും ഒന്നും മുഖത്തില്ല. അത്രമേൽ സങ്കീർണമായിട്ടുള്ള, അത്രമേൽ സങ്കടം നിറഞ്ഞ, വ്യഥകൾ നിറഞ്ഞ ഒന്നാണ് ഈ നോവലിലെ ഉള്ളടക്കം എന്ന് പറയുന്നത്. ഇപ്പോഴും എനിക്ക് തോന്നുന്നത് ഇതേ മുഖഭാവം തന്നെ ആയിരിക്കും ഈ കെ ഷീബയ്ക്ക് കക്കയത്ത് ഈ പറഞ്ഞ പ്രകൃതിയിൽ ചെന്ന് നിന്നപ്പോഴും ഉണ്ടായിട്ടുണ്ടാവുക എന്നാണ്. അതെ, തീർച്ചയായും സന്തോഷം നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അവിടെ ചെല്ലുമ്പോൾ നമുക്കത് വളരെ പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത്രക്കും വിഷമം തോന്നിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഈ ക്യാമ്പും പരിസരങ്ങളൊക്കെ കാണുമ്പോൾ. അരനൂറ്റാണ്ടുകൾക്ക് മുൻപ് എന്ന് ഞാൻ പറയുമ്പോൾ അതൊരു വലിയ ദൂരമായിട്ട് തോന്നുന്നതേ ഇല്ല. ഇന്നലെ നടന്നതുപോലെ അത്രമേൽ അടുപ്പത്തിൽ നിൽക്കുന്നു രാജനെ ഇല്ലാതാക്കൽ. ആ ഇടത്തിലേക്ക് നോവലിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഇ കെ ഷീബ പോയതിനെക്കുറിച്ച് സൂചിപ്പിക്കുകയായിരുന്നു. അവിടുത്തെ ഉരക്കുഴി വെള്ളച്ചാട്ടത്തെക്കുറിച്ച് ഒക്കെ
അങ്ങ് പറഞ്ഞിട്ടുള്ള വാക്കുകൾ ഞാൻ ഓർക്കുകയാണ്. ഡാം സൈറ്റിലെ ഹൃദയഹാരിയായ പ്രകൃതിയെക്കുറിച്ച്, കുന്നിറങ്ങി വരുന്ന കോടമരത്തിൻ്റെ നാണത്തെക്കുറിച്ച്. പക്ഷേ എല്ലാറ്റിനുമിടയിൽ ഭയപ്പെടുത്തുന്നതെന്തോ പൊടിഞ്ഞിറങ്ങുന്ന മഴയിൽ ഹൃദയം തകർന്ന ഒരച്ഛൻ്റെ കണ്ണീര് രുചിച്ചു എന്നാണ് താങ്കൾ എഴുതിയിട്ടുണ്ടായിരുന്നത്. അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കക്കയം ക്യാമ്പിൻ്റെ ആ അണക്കെട്ടിൻ്റെ പരിസരത്ത് പലരും അപകടത്തിൽപ്പെട്ടിട്ട് ഉണ്ടായതുകൊണ്ടായിരിക്കാം അവിടെ സർക്കാർ എഴുതി വെച്ചിട്ടുള്ളൊരു ബോർഡ്, വിസ്തൃതിയുടെ കയങ്ങളിൽ നിങ്ങൾ ഒരിക്കലും പതിക്കരുത്. അത് ഉരക്കുഴി വെള്ളച്ചാട്ടത്തിൻ്റെ മുന്നറിയിപ്പ് ബോർഡാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ വിസ്തൃതിയുടെ കയങ്ങളിൽ നിങ്ങൾ ഒരിക്കലും പതിക്കരുത് എന്നത് ഏതെങ്കിലും വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ എഴുതിയതായിരിക്കാം. അയാളുടെ ഉള്ളിലുള്ള ഒരു കവിതാമയമായിട്ടുള്ള വരികൾ കൂടി അതിനകത്തുണ്ട്. പക്ഷേ അത് ഒരർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ വരിയായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്, അല്ലേ? തീർച്ചയായും. അവിടെ അന്ന് ഈ ഡാമിൻ്റെയും മറ്റും പരിസരങ്ങളിൽ നിൽക്കുമ്പോൾ ഇ കെ ഷീബയുടെ അടുത്തുകൂടെ പറന്നു പോയിക്കൊണ്ടിരുന്ന ചെറിയ ചെറിയ ശലഭങ്ങൾ, ചിത്രശലഭങ്ങൾ, അവ ഷീബയുടെ കൺവെട്ടത്തെ ചുറ്റിക്കളിച്ചുവെന്നും അതിൽ ഏതോ ചില ശലഭങ്ങൾ അല്ലെങ്കിൽ ഒരു ശലഭം അടുത്ത് വന്ന് നിനക്കെന്നെ തിരിച്ചറിയാനായില്ലേ എന്ന് ചെവിയിൽ മന്ത്രിക്കും പോലെ അതിൻ്റെ കറുത്ത ചിറകുകൾ ചലിച്ചുകൊണ്ടിരുന്നുവെന്നും എഴുതുകയുണ്ടായി. ഞാൻ അതിനെക്കുറിച്ചൊന്നും ചോദിക്കുന്നില്ല, കാരണം അത് അത്രമേൽ ആഴത്തിൽ അനുഭവപ്പെട്ട അതുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഈ നോവലിൻ്റെ അകത്ത് നോവലിസ്റ്റായ കഥാപാത്രമായിട്ടുള്ള നിരുപമയ്ക്ക് അപരിചിതനിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഇമെയിൽ നിന്നാണല്ലോ ഇതിൻ്റെ ഒരു പ്രവേശകമായിട്ട് വരുന്നത്. കക്കയം ക്യാമ്പിലേക്കുള്ള യാത്രയുടെ, നക്സലൈറ്റ് പ്രസ്ഥാനത്തിലേക്കുള്ള യാത്രയുടെ തുടക്കമായിട്ട് ആ ഇമെയിൽ, അത് ഒന്നാമത്തെ അധ്യായത്തിൽ നിന്ന് തന്നെ, ആ ഒന്നാമത്തെ താള് മറിക്കുന്നതിന് മുമ്പേ തന്നെ നമ്മൾക്ക് ആ നോവലിലേക്കുള്ള ദുരൂഹമായൊരു പ്രവേശനം ലഭിക്കുകയാണ്. അതുകൊണ്ട് ആദ്യത്തെ അധ്യായത്തിലെ ആദ്യത്തെ ആ താൾ വായിക്കാൻ കഴിഞ്ഞാൽ നന്നായിരിക്കുമെന്ന് കരുതുന്നു. ഇതില് ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഇവരുടെ ആദിയുടെ വീടിന്റെ പേര് ഹിറാത്ത് എന്നാണ്. അതൊരു വെൽഷ് വേർഡാണ്. ഈ വേർഡ് എനിക്ക് യാദൃശ്ചികമായിട്ട് കിട്ടിയതാണ്. പക്ഷെ ഷാജി ജോസഫ് സാർ ഇതിനൊരു റിവ്യൂ എഴുതിയിരുന്നു. അതിൽ സാർ ഈ ഭാഗം പ്രത്യേകം സ്ട്രൈക്ക് ചെയ്തു പറഞ്ഞിരുന്നു. കാരണം ഹിറാത്ത് എന്ന് പറഞ്ഞ വേർഡിന്റെ അർത്ഥം ഗൃഹാതുരതയുടെയും തീവ്രാഭിലാഷത്തിന്റെയും അഭിനിവേശത്തിന്റെയും വീട്, തിരിച്ചു പോവാനാവാത്ത വീട്, അയഥാർത്ഥമായൊരു വീട്. ശരിക്കും ഈ നക്സൽ അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച ആളുകൾക്കും ഒരു പക്ഷെ ഇപ്പൊ ഫീൽ ചെയ്യുന്നത് ഈ ഒരു വിചാരമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവരെന്തിനു വേണ്ടി ഇറങ്ങിയോ അതിലേക്ക് അവർക്ക് എത്താൻ കഴിഞ്ഞില്ല. പക്ഷെ അവരെ സംബന്ധിച്ച് അവർ ജീവിക്കുന്ന പ്രസന്റും പാസ്റ്റും തമ്മിൽ രണ്ട് ലോകങ്ങളായിട്ടായിരിക്കും അവർക്ക് അനുഭവപ്പെടുന്നുണ്ടാവുക. അപ്പൊ അതുകൂടി ഞാനൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം ഞാൻ വായിക്കാം. ചായങ്ങളുടെയും ടർപ്പൈന്റിന്റെയും തീക്ഷ്ണഗന്ധം പോലെ ഈ കടൽ മണവും ഏറെ പ്രിയതരമായി തീർന്നിരിക്കുന്നു. ഉപ്പുകരലുകളുടെ നനവും മത്സ്യഗന്ധവുമുള്ള കാറ്റിൽ സന്ധ്യ കടന്നു വരുന്നു. അപരിചിതമായ സന്തോഷങ്ങളും ജീവിത ലഹരികളും പകർന്നു തന്ന നഗരം, നിരാശകളും വേദനകളും കോരിച്ചൊരിഞ്ഞ നഗരം, പ്രണയത്തിന്റെയും മോഹഭംഗങ്ങളുടെയും നഗരം. ആദ്യമൊക്കെ കടൽ ചൂര് അലോസരപ്പെടുത്തിയിരുന്നു. പായൽ ചീഞ്ഞഴുകുന്നത് പോലെ, മത്സ്യത്തിന്റെ ഉളുമ്പുമണം പോലെ സദാസമയവും അലോസരമുണ്ടാക്കുന്നതെന്തോ അന്തരീക്ഷത്തെ പൊതിഞ്ഞു നിന്നു. പിന്നെ എപ്പോഴോ ഈ ഗന്ധം ഏറെ ഹൃദ്യമായി തീർന്നു. ഇപ്പോൾ തിരിച്ചറിയാനാകുന്നു ഈ നഗരത്തെ, കടൽ മണത്തെ ഒരുപാട് സ്നേഹിക്കാൻ തുടങ്ങിയിരുന്നുവെന്ന്. യാത്ര പറയുമ്പോൾ വേരുകൾക്ക് ആഴം കൂടുന്നു. വീട് ഏകദേശം വെടിപ്പായി കഴിഞ്ഞു. കടൽ നീലയിലുള്ള നെയിം ബോർഡ് എടുത്തു മാറ്റുമ്പോൾ നിരുപമ കിതച്ചു. സ്ഫടികമിനുപ്പുള്ള അക്ഷരങ്ങളിലൂടെ പതിയെ വിരലോടിച്ചു. ആദ്യ പെയിന്റ് ചെയ്തതാണിത്. ഗൃഹാതുരതയുടെയും തീവ്രാഭിലാഷത്തിന്റെയും അഭിനിവേശത്തിന്റെയും വീട്, തിരിച്ചു പോകാനാവാത്ത വീട്, അയഥാർത്ഥമായൊരു വീട്. ഒരുപാട് തിരഞ്ഞാണ് വീടിനെ അങ്ങനെ ഒരു പേര് കണ്ടെത്തിയത്. വാടക വീടാണെങ്കിലും ഇരുവരെയും സ്വന്തമെന്ന പോലെ ഭംഗിയായി സൂക്ഷിച്ചിരുന്നു. ആദ്യമാവട്ടെ എല്ലാ മുറികളും അലങ്കോലപ്പെടുത്തുകയാണ് പതിവ്. കുഴഞ്ഞു മറിഞ്ഞ മുറിയിലിരുന്ന് അവന് നന്നായി ജോലി ചെയ്യാനാവൂ. ലാപ്ടോപ്പ് തുറന്ന് അവസാനം വന്ന ഇമെയിൽ വീണ്ടും ഒരാവർത്തി കൂടി വായിച്ചു. സൺ ഓഫ് ദി യെല്ലോ റിവർ. ഇമെയിൽ വിലാസം അതാണ്. നിർവികാരത കൊലപാതകത്തെക്കാൾ ഭീകരമാണ് എന്നൊരു വരി മാത്രം സബ്ജക്ട് ലൈനിൽ കുറിച്ചിരിക്കുന്നു. അഭിജിത്തിൽ നിന്നുള്ള മൂന്നാമത്തെ ഇമെയിൽ. നേരത്തെ ഈ നോവൽ പൂർത്തിയാക്കിയിട്ട് 2018 മുമ്പ് 2017 തന്നെ അത് പ്രഭാൻ മാസ്റ്ററെ വായിച്ചു കേൾപ്പിച്ചു എന്ന് സൂചിപ്പിക്കുകയുണ്ടായല്ലോ. എനിക്ക് എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ചോദിക്കുകയാണ്, ആ സമയത്ത് നമ്മുടെ ഈച്ചര വാര്യർ ആ സമയത്ത് ജീവനോടെ ഉണ്ടായിരുന്നോ? അദ്ദേഹവുമായിട്ട് ഈ നോവലിൻ്റെ രചനാവേളയിലോ അതിന് മുൻപോ അദ്ദേഹം നമ്മളെ വിട്ടുപോയ ആ വർഷം എൻ്റെ ഉള്ളിൽ ഓർമ്മയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ ഒരു സമ്പർക്കം ഉണ്ടായിട്ടുണ്ടോ രാജൻ്റെ പിതാവുമായിട്ട്? മരിച്ച വർഷം ഏതാണെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഈ പുസ്തകം ഇറങ്ങിയിട്ടാണോ എനിക്ക് സംശയം.
ടീച്ചർ വാര്യരെ ഒരിക്കലും നേരിൽ കാണാനുള്ള ഒരു ധൈര്യം എനിക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ശ്രമം ഉണ്ടായിട്ടില്ല. ഈ നോവലിനകത്ത് പത്മസേനനെ പോലെയുള്ള കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. കഥാപാത്രങ്ങളാവണമെന്നില്ല, അത് യഥാർത്ഥത്തിൽ ജീവിച്ചിരിക്കുന്നവരെ തന്നെ മറ്റൊരു പേരിൽ ആവിഷ്കരിച്ചതാവും എന്ന് ഞാൻ കരുതുന്നു. അത്രമേൽ നക്സലൈറ്റ് പ്രസ്ഥാന പ്രവർത്തനത്തിന് ശേഷവും സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ത്യാഗനിർഭരമായിട്ടുള്ള ജീവിതം നയിക്കുകയും തടവുമുറിയിൽ നിന്ന് തടവുമുറിയിലേക്ക് വലിച്ചിഴക്കപ്പെടുകയും ചെയ്തിട്ടുള്ള മനുഷ്യർ അതിനകത്ത് വരികയും ചെയ്യുന്നുണ്ട്. അതൊക്കെ ഈ രചനാവേളയിൽ എങ്ങനെയാണ് അത് ഒരു അടുക്കും ചിട്ടയോടും കൂടി നമ്മുടെ എഴുത്തിൻ്റെ ഘടനയ്ക്കകത്തേക്ക് വരുന്നത്? ഒരു ഭാഗത്ത് നിരുപമയുടെ അന്തസംഘർഷങ്ങൾ ആവിഷ്കരിക്കേണ്ടതുണ്ട്, രഞ്ജനുമായിട്ടുള്ള ബന്ധത്തിലേക്കുള്ള വരവിലേക്ക് നയിക്കേണ്ടതുണ്ട്, അതിൻ്റെ തുടർച്ച നിർണ്ണയിക്കേണ്ടതുണ്ട്, ഒപ്പം തന്നെ ഈ ഒരു പ്രധാനപ്പെട്ട ഈ രാഷ്ട്രീയ സംഘർഷങ്ങളെ കൊണ്ടുപോകേണ്ടതുമുണ്ട്. രചനാവേളയിൽ അത് എങ്ങനെയാണ് അതിനെല്ലാം കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞത്? 4-5 വർഷങ്ങളോടെ മനസ്സിൽ ഉണ്ടായിരുന്ന ഒരു തീമാണ്. ആ സമയത്ത് ഇതെങ്ങനെ എഴുതണം എന്ന് കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടായിരുന്നില്ല. പിന്നീട് മുഴുവൻ നക്സലൈറ്റ് രീതിയിൽ എഴുതുകയാണ് എന്നുണ്ടെങ്കിൽ അതിന് വേണ്ട മുഴുവൻ വിവരങ്ങളും എന്റെ കയ്യിലില്ല. അങ്ങനെ ഒരു പരിമിതി ഉണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് അറിയുന്നൊരു പരിസരങ്ങളിൽ നിന്ന്, അതായത് ഒരു എഴുത്തുകാരിയുടെ ജീവിതത്തിൽ നിന്ന് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എനിക്കത് എളുപ്പമാവുമെന്ന് തോന്നി. മാത്രമല്ല നമ്മളിലേക്ക് വരുന്ന കുറെ കഥാപാത്രങ്ങളെ, അതിൽ കൂടുതൽ ഒരുപാട് ആളുകൾ, അതില് പത്മസേനൻ മാഷ്, സുബൈർ എന്നൊരു കഥാപാത്രം വരുന്നുണ്ട്. അതുപോലെ 2-3 കഥാപാത്രങ്ങൾ ഒരേ തരം ഒരു കാലത്ത് തന്നെ വിവിധ സ്ഥലങ്ങളിലായിട്ട് ഇതേ നക്സൽ അനുഭവങ്ങളിലൂടെ കടന്നുപോയ ആൾക്കാരാണ്. അപ്പൊ അവരെ എല്ലാം ഒരു ഫ്രെയിമിലേക്ക് നിർത്താൻ ഒരു എഴുത്തുകാരിയുടെ കഥാപാത്രത്തിനെ കേന്ദ്രമായിട്ട് വെക്കുകയാണ് നല്ലത് എന്ന് തോന്നി. അതുകൊണ്ട് ആണ് അങ്ങനെ ചെയ്തത്. മാത്രമല്ല ഒരു പാരലായിട്ട് ഒരു പ്രണയകഥ കൂടി പറഞ്ഞു പോവാനും കൂടി കഴിഞ്ഞു. അതെ, മഞ്ഞ നദികളുടെ സൂര്യൻ എന്ന് പറയുന്ന ഈ പുസ്തകം ഈ ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും നമ്മൾ കയ്യിലെടുക്കുമ്പോൾ അത് നമ്മളെ ഒരു ഭാഗത്ത് പൊള്ളിപ്പിക്കുന്നു, മറുഭാഗത്ത് ആ പുസ്തകം വായിച്ചു കഴിഞ്ഞതിന് ശേഷം നക്സലൈറ്റ് പ്രസ്ഥാനങ്ങളുടെ കാലഘട്ടത്തിൽ മനുഷ്യർ അത്രത്തോളം സമൂഹത്തോട് സ്പന്ദിക്കുന്ന ഹൃദയവുമായിട്ട് ഇടപെട്ടുവോ, അത്രത്തോളം ഒന്നും ഇടപെടാൻ കഴിയാത്തൊരു കാലഘട്ടത്തിലും പ്രതികരിക്കേണ്ട ഏതെങ്കിലും വിഷയത്തിൽ ഒന്ന് ശബ്ദമുയർത്തേണ്ടതുണ്ട്, ഒന്ന് തെരുവിലിറങ്ങേണ്ടതുണ്ട് എന്ന് തോന്നിപ്പിക്കാൻ നമ്മളുടെ നിർവികാരമായ മരവിച്ച മനസ്സുകളെ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഒരു പക്ഷേ ഈ പുസ്തകത്തിൻ്റെ ഇനിയുള്ള കാലങ്ങളിലും തുടരാനുള്ള ദൗത്യം എന്ന് ഞാൻ കരുതുകയാണ്. മഞ്ഞ നദികളുടെ സൂര്യൻ എന്ന നോവലിൻ്റെ രചയിതാവ് ശ്രീ ഷീബ EK ഈ നിമിഷം തത്സമയം ഇവിടെ വന്നതിനും ആ പുസ്തകത്തെക്കുറിച്ചും അതിൻ്റെ രചനാവേളയെക്കുറിച്ചുമൊക്കെ സംസാരിച്ചതിനും വളരെയധികം നന്ദി പ്രകാശിപ്പിക്കട്ടെ. ഈ പുസ്തകം പ്രസാദനം ചെയ്തിരിക്കുന്നത് DC ബുക്സ് ആണ്. അതിൻ്റെ വില 120 രൂപയാണ്. ഷീബ EK, വളരെ നന്ദി. സന്തോഷം. വരാൻ കഴിഞ്ഞാലും സംസാരിക്കാൻ കഴിഞ്ഞാലും സന്തോഷം.